ഓക്കെ ഫ്രണ്ട്സ്, നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസൻ ചേട്ടൻ ഇന്നലെ മരിച്ചു. അപ്പോൾ ഇന്നലെ പൊതുദർശനത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു എറണാകുളം ടൗൺ ഹാളിൽ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് സാറ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ചൊരു കാര്യമാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. കാരണം അങ്ങനെ കാണാൻ വന്നു ധ്യാൻ ശ്രീനിവാസൻ എയർലൈൻ. ധ്യാൻ ശ്രീനിവാസൻ ആരാ? ശ്രീനിവാസൻ സാറിൻ്റെ മകൻ അല്ലേ. അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സഖാവ് ഇത് കാണാൻ വേണ്ടി വന്നപ്പോൾ ധ്യാൻ എണീച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മോശം കമൻസുകളാണ് വന്നിരിക്കുന്നത്. മോശം പറഞ്ഞാൽ മോശം കമൻസ്. കാരണം ഈ അന്ധങ്ങൾക്ക് അന്തമില്ല എന്ന് പറഞ്ഞാൽ അന്ധമായ ഫാൻസ് ആകാൻ പാടില്ല. ഇത് പാർട്ടി ഫാൻസ് അല്ല, ഇത് പിണറായി വിജയൻ സാറിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടുള്ള ഫാൻസുകാർ. അതായത് ഒരച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ അവിടെ കാണാൻ പോകാൻ വന്നാൽ അത് പ്രധാനമന്ത്രിയല്ല, മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രിയല്ല, അമേരിക്കൻ പ്രസിഡന്റ് ആയാലും എഴുന്നേൽക്കാൻ പാടില്ല. എന്തിനും എഴുന്നേൽക്കണം. അപ്പോൾ എഴുന്നേറ്റില്ല എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് കൈ തൊട്ടില്ല, കൈ പിടിച്ചില്ല. അദ്ദേഹം കയ്യിൽ പിടിച്ചപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ തിരിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ധ്യാനിനെ ഫുള്ളും തെറി. കമന്റ് ബോക്സ് ഫുള്ള് ധ്യാനിനെ തെറി. ആളുടെ അച്ഛൻ മരിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണെന്നല്ല, ഫുള്ളും തെറി. കാരണം നമ്മൾ ഒരുപാട് പേര് ടി വിയിലായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരിട്ട് പോയി കണ്ട ആളാണ്. കണ്ടനാട് വീട്ടിലേക്ക് പോയതാ, ടൗൺ ഹാളിലും പോയതാ. കണ്ടനാട് വീട്ടിലും ഞാൻ അതിന് മുൻപ് 2-3 പ്രാവശ്യം പോയിട്ട് ധ്യാൻ ശ്രീനിവാസനെ കണ്ടിട്ട് സംസാരിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ശ്രീനിവാസനെ കാണാൻ പറ്റിയിട്ടില്ല. കാരണം ആൾ സുഖമില്ലാത്തതുകൊണ്ട് അച്ഛൻ അങ്ങനെ പുറത്തൊന്നും കയറ്റുന്നില്ല കൂട്ടാന്ന് പറഞ്ഞിട്ട് എന്നോട് ധ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധ്യാനുമായിട്ട് സംസാരിച്ചതാണ്. അപ്പോൾ ആൾ എത്ര ജെന്യുവൻ പേഴ്സൺ ആണെന്ന് നമുക്ക് ഇൻ്റർവ്യൂ കണ്ടാൽ തന്നെ അറിയും, നേരിട്ട് സംസാരിച്ചാലേ അറിയുള്ളൂ. ആ വ്യക്തി തരിപ്പണമായിട്ട് നിൽക്കുന്നത് കണ്ടാൽ നമ്മൾ വിനീത് ശ്രീനിവാസനെങ്കിലും ഒത്തിരി സീരിയസ് ആണ് എല്ലാവിടെയും. പക്ഷേ ഈ ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാവിടെയും കോമഡി പൊട്ടത്തരവും പറഞ്ഞ ആളുകൾ കയ്യിലെടുത്ത് തമാശയും പറഞ്ഞ് നിൽക്കുന്ന ആളാണ്. അവിടെ ഇരിക്കുന്നത് കണ്ടാൽ നമ്മൾ തകർന്നു പോകും. അപ്പോൾ അങ്ങനെ തകർന്നിരിക്കുമ്പോൾ, കാരണം ഇന്നലെ ബർത്ത്ഡേ കൂടിയാണ് ആളുടെ ബർത്ത്ഡേ ദിവസമാണ് അച്ഛൻ മരിച്ചത്. അച്ഛന് ഫസ്റ്റ് സ്ട്രോക്ക് വരാനുള്ള കാരണം ധ്യാനാണ്. ധ്യാൻ ഇപ്പോഴും പറയും ധ്യാനിൻ്റെ വിഷമം, ധ്യാൻ ഇപ്പോഴും ആ സങ്കടം ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. കാരണം അച്ഛനെ വഴക്ക് പറഞ്ഞത്, അച്ഛനായിട്ട് ഇഷ്യൂ ഉണ്ടായ ശേഷമാണ് അച്ഛന് ഫസ്റ്റ് സ്ട്രോക്ക് വന്നതാണ്. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പുള്ളിക്കാരനെ കുറിച്ച്. ഒന്നും ചിന്തിക്കാതെ മുഖ്യമന്ത്രി വന്നു, അവിടെ ഇരിക്കുമ്പോൾ എണീച്ചില്ല എന്ന്. അത് മുഖ്യമന്ത്രിക്ക് പരാതിയില്ല. കാരണം മുഖ്യമന്ത്രി ഇതേ സമയത്ത് വീട്ടിൽ കാണുന്ന പോലെ തൊട്ടടുത്തിരിക്കുന്ന യുവതിയോട് ഇരിക്കി പറയുന്നുണ്ട്. അത് അമ്മയല്ല, ആരോ ആണെന്ന് എനിക്കും അറിയില്ല, വേറെ റിലേഷൻ ആരെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പോൾ മുഖ്യമന്ത്രി വന്നപ്പോൾ എണീച്ചപ്പോൾ ഇരിക്കുന്നു പറയുന്നുകൊണ്ടിരിക്കുന്നത്. ധ്യാനിൻ്റെ തൊട്ട് അമ്മയുടെ തൊട്ടാണ് യുവതി ചേച്ചി ഇരിക്കുന്നത്. നിൽക്കുന്നത് ആ ചേച്ചിയോട് ഇരിക്കാൻ പറയുന്നുണ്ട്. അവിടെ ചെയറിൽ ഇരിക്കും എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിരുത്തുന്നുണ്ട്. അപ്പോൾ അവർക്കില്ലാത്ത പരാതി പറഞ്ഞത് കാണിക്കണം. അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഇനി ആരുമില്ലെങ്കിൽ കൂടി ശ്രീനിവാസൻ്റെ മകൻ എഴുന്നേൽക്കാത്ത ഒരു വല്ലായ്മ സൃഷ്ടിച്ചു. ജോസ് കെ തോമസ് പറഞ്ഞിട്ടൊരു ഫേസ്ബുക്ക് മാറി. അച്ഛൻ മരിച്ചാൽ വിഷമം ഉണ്ടാവും, എന്നാലും പാർട്ടി ഏതായാലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈ കൊടുക്കാം. മുഖ്യമന്ത്രി അരികിലെത്തിയിട്ട് ഒന്ന് എണീറ്റ് നിൽക്കാനുള്ള മാന്യത കാണിക്കാമായിരുന്നു. CM വന്നപ്പോൾ ജസ്റ്റ് എണീക്കാമായിരുന്നു. അത് ഒരു മര്യാദയായിരുന്നു. ശ്രീനിവാസൻ സാറ് ആയിരുന്നെങ്കിൽ അത് ചെയ്തേനെന്ന്. ശ്രീനിവാസൻ സാറായിരുന്നെങ്കിൽ ചെയ്തേനെ, ധ്യാൻ ചെയ്തില്ല. എടാ മനുഷ്യന്മാരെ, അതാണ് ആളുടെ അച്ഛനാണല്ലോ, അത്രയും സ്നേഹിക്കുന്ന, അത്രയും അവൻ്റെ ഇടക്കം പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ വിമർശിച്ചാലും എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം എൻ്റെ അച്ഛനോടാണെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ബർത്ത്ഡേ ദിവസം മരിച്ചപ്പോഴുള്ള വേദന നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എഴുന്നേറ്റില്ലെങ്കിൽ അദ്ദേഹം തോളിൽ കൈവച്ചപ്പോൾ കയ്യിലൊന്ന് പിടിക്കാമായിരുന്നു. തോളിലോ കയ്യിലോ കൈവച്ചപ്പോൾ തിരിച്ച് പിടിച്ചു. അമ്മയെ നോക്കിയപ്പോൾ ധ്യാനാണ് അമ്മയെ നോണ്ടിയിട്ട് അമ്മ കാണിച്ചു കൊടുത്തത്, അമ്മയോട് പറഞ്ഞത്. ആരൊക്കെ വരുന്നെന്ന് നോക്കിയിരിക്കുകയാണോ ഇവരാരൊക്കെ വരുന്നെന്ന് നോക്കിയിരിക്കില്ലല്ലോ. വരുന്നവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമോ? ഇല്ലല്ലോ. പിന്നെ ആ സമയത്ത് മൈൻഡ് കിട്ടണ്ടേ? ഇത്രയും പ്രായമുള്ള ഒരാൾ വരുമ്പോൾ എണീറ്റ് നിൽക്കണമെന്ന് ഇനി ഏത് സ്കൂളിൽ പഠിക്കണം? നിൻ്റെ അപ്പൻ്റെ സ്കൂളിൽ പഠിക്കണം. നീ പോയി പഠിപ്പിക്കും. അച്ഛൻ മരിച്ചാൽ വിഷമം ഉണ്ടാവും. ഏതായാലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുക്കാം. ഇത്രയും പ്രായമുള്ള CM വരുമ്പോൾ എണീറ്റ് നിൽക്കണമെന്ന് ഇനി ഏത് സ്കൂളിൽ പഠിക്കണം? അതാണ് ഞാൻ അപ്പോഴേ മറ്റവനോട് പറഞ്ഞത്. അതന്നെ പറയാനുള്ളൂ. മോശമായി പോയി. മാനസികാവസ്ഥ മാനിക്കുന്നു, എങ്കിലും കുറച്ചുകൂടി വിനയാകാമായിരുന്നു.
എന്തുവാ എനിക്ക് നിങ്ങൾക്കൊന്നും ബോധമില്ലെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ബോധമില്ല. ആളുടെ അത്രയും സ്നേഹിക്കുന്ന ഏതോ ഒരാളല്ല, വളർത്തച്ഛനല്ല, സ്വന്തം അച്ഛനാണ്. എവിടുന്നോ കണ്ടിട്ട് വന്ന ആളല്ല. വിഷമം ഉണ്ടാവില്ലേ? അതും പെട്ടെന്നായിരുന്നു. പെട്ടെന്ന് പറഞ്ഞാൽ ആൾക്ക് സുഖമില്ലാണ്ട് കിടപ്പിലായിരുന്നില്ല. ഡയാലിസിസ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുമായിരുന്നു. അതും ധ്യാൻ എന്നും ആ വീട്ടിലുണ്ടാകും. ട്രിവാൻഡ്രത്താണ് ആളിപ്പോൾ വീട് മേടിച്ചെങ്കിലും ഫാമിലി ആയിട്ട് അവിടെയാണെങ്കിലും മിക്കവാറും ഷൂട്ടിങ്ങിന് ഇവിടെ തന്നെ ഉണ്ടാവും. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ, 1 കൊല്ലം 2 കൊല്ലം ആയിട്ടുള്ളൂ ട്രിവാൻഡ്രത്ത് ഫ്ലാറ്റ് മേടിച്ചിട്ട്. ആളതുവരെയും കണ്ടനാട് വീട്ടിൽ തന്നെയായിരുന്നു, വീട്ടിൽ തന്നെയാണ് താമസം. അപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ആളെ എപ്പോഴും പറയും, ആള് ലീവുള്ള ദിവസം വെച്ചാൽ മകൻ്റെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ അറിയണം, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. എൻ്റെ ഫുഡ്, ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിന് വേണ്ടി അച്ഛൻ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ ഇരിക്കുമെന്നൊക്കെ പറയുന്നത് അത് കോമഡി രൂപത്തിൽ പറയില്ല, സീരിയസ് ആയിട്ട് പറയാണ്. പാർട്ടി ഏതുമാകട്ടെ, വ്യക്തി ആരുമാകട്ടെ, കേരളത്തിൽ മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദരവ് നൽകി പെരുമാറണം. അതാണ് ശരിയായ രീതി. എഴുന്നേറ്റ് നിൽക്കുകയൊന്നും വേണ്ട. മുഖ്യമന്ത്രി ആശ്വാസമെന്നാണോ കൈ നീട്ടിയപ്പോൾ തിരികെ ആ കയ്യിലൊന്ന് സ്പർശിച്ചിരുന്നുവെങ്കിൽ ധ്യാനം ഉണ്ടാകുന്ന മാനസിക ബലം വലുതാവുമായിരുന്നു. ധ്യാനം സ്പർശിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയണ്ട. ധ്യാനം തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, അച്ഛനെ തന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ സങ്കടപ്പെട്ടിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി ഈ ഭാഗത്താണ് വന്നത്, അപ്പോൾ തൊട്ടു, അപ്പോൾ ഇങ്ങനെ നോക്കി. പിന്നെ ധ്യാനം എന്താ പറയുക, അയ്യോ പറഞ്ഞിട്ട് എണീക്കില്ല. അപ്പോൾ കൈ ഇങ്ങനെ ആക്കി മുഖ്യമന്ത്രി അപ്പോഴും കൈയെടുത്തു. അപ്പോഴേക്കും അമ്മയെ നോക്കിയപ്പോൾ അമ്മയെ ധ്യാനം തോണ്ടി വിളിച്ചു. അതാണ് അവിടെ ഉണ്ടായിട്ടുള്ളൂ. രാഷ്ട്രീയമൊന്നും നോക്കേണ്ടിയിരുന്നില്ല. നമ്മുടെ എന്ന സംസ്ഥാനത്തിൻ്റെ സാരഥിയാണ് അദ്ദേഹം. പ്രായത്തെ മാനിച്ചെങ്കിൽ ആ മകനെന്ന് എഴുന്നേൽക്കാമായിരുന്നു. നാണവും മാനവും ഇല്ലാത്ത നാറികളാണെന്ന് നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ലോകം എങ്ങോട്ടാണെന്നൊരു ഐഡിയ ഇല്ല. വളരെ മോശമാണ്. ഇതൊക്കെ വളരെ തെമ്മാണ്ടിത്തരവും ചിട്ടത്തരവും തെണ്ടിത്തരവുമാണ് ഈ പറഞ്ഞു നടക്കുന്നത്. ഒരാൾ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുമ്പോൾ ആ വ്യക്തിനെ ഇങ്ങനെ ചെയ്യുന്നതും പറയുന്നതൊക്കെ ഇല്ലേ, തെമ്മാടിത്തരമാണ്. നിങ്ങളുടെ വീട്ടിലാണ് അവസ്ഥയെങ്കിൽ നിങ്ങൾ എണീക്കായിരിക്കും. നിങ്ങൾക്ക് മുഖ്യമന്ത്രി പറഞ്ഞ ദൈവമായിരിക്കും. ധ്യാനതല്ല. ധ്യാനാകെ ദൈവമായി സ്വന്തമായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. എപ്പോഴും പറയാറുണ്ട് അച്ഛനും അമ്മയും ഏട്ടനും, അത് കഴിഞ്ഞിട്ട് ഭാര്യ പറയും. ആളെപ്പോഴും പറയാറുള്ളത് ആ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയുള്ള ധ്യാനിനോട് നിങ്ങൾ എഴുന്നേൽക്കില്ല, അത് ചെയ്തില്ല, ഇത് ചെയ്യില്ല, അതൊക്കെ പറഞ്ഞ് തെമ്മാടി തരുള്ളൂ. നിങ്ങൾ ഇത്ര അന്ധമാവരുത്. അത് ഇപ്പം നിങ്ങൾ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോൽവിയുടെ വക്കിലെത്തി നിൽക്കുകയാണ്. ഏത് തോറ്റു? ഇവിടെ തദ്ദേശത്തിൽ തോറ്റു, നിയമസഭയിൽ എത്തില്ല എന്ന് അറിയാണ്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾ അതിലും രസം, സഖാവിന് പിണറായി വിജയൻ സാറിന് ഒരു പ്രശ്നവുമില്ല. അടുത്തിരിക്കുന്ന ഒരു യുവതി എഴുന്നേറ്റപ്പോൾ എഴുന്നേൽക്കരുത്, ഇരിക്കുക എന്ന് കൈ കൊണ്ട് ആങ്ങി കാണിച്ച് ഇരുത്തിയിട്ടാണ് അവിടെ നിന്ന് പോയത്. എണീക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ആൾക്ക് ഉള്ള അതിൻ്റെ ഒരു അംശം ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ അത് മകനോട് പറയില്ല, വേറെ വല്ല വ്യക്തിയാണെങ്കിൽ, ഒരു മരുമോനാണ് അല്ലെങ്കിൽ വേറെ വല്ല വ്യക്തിയാണെങ്കിൽ എഴുന്നേൽക്കാമായിരുന്നു എന്ന് പറയാം. സ്വന്തം മകൻ, ആകെ 2 മക്കളുള്ള 2ാമത്തെ മോൻ, ആ വീട്ടിൽ എന്നും ഉണ്ടാവുന്ന മോൻ, അവരായിട്ട് അച്ഛൻ്റെയും ബോണ്ടിങ്, അച്ഛൻ്റെയും മക്കളുടെ ബോണ്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാത്തവർക്ക് അറിയില്ല. നമ്മൾക്ക് എനിക്കിപ്പോൾ കണ്ടെന്ന് അറിയാം. കാരണം കണ്ടിട്ട് ആ മനുഷ്യനെ ഇരിക്കുന്ന ഇരുത്തം കണ്ടാലില്ലേ, അത് 2 ആൺകുട്ടികളാണ് അല്ലേ, അവർ കരയുന്ന കരച്ചിൽ കണ്ടാൽ നമുക്ക് സങ്കടം വരും. അതാണ് അവസ്ഥ. എന്നിട്ട് നിങ്ങൾ അവരെയൊക്കെ ഇങ്ങനെ വിമർശിച്ചാൽ, അപ്പോൾ അതിന് വേറെ ബോധമുള്ളവരുണ്ട് കേട്ടോ. വേറൊരാൾ മറുപടി കൊടുത്തത് ഞാൻ വായിച്ചു തരാം. ധ്യാനം എണീറ്റില്ല മുഖ്യമന്ത്രി വന്നപ്പോൾ. അതാണിപ്പോൾ വിഷയം. അന്ധങ്ങൾക്കും അടിമകൾക്കും മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്. ആ അവസ്ഥയിൽ ഈ രീതിയിൽ ആർക്കും പെരുമാറാൻ കഴിയുള്ളൂ. അത് ഇപ്പോൾ മുഖ്യമന്ത്രി ആയാലും പ്രധാനമന്ത്രി ആയാലും എല്ലാം വ്യക്തിയാണ് വിടവാങ്ങിയിരിക്കുന്നത്. അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കാൻ കേരളത്തിൽ മുഖ്യമന്ത്രി പോയിൽ സന്തോഷം. പിന്നെ സ്വന്തം പിതാവിൻ്റെ വിയോഗത്തിൽ മനസ്സ് പൊട്ടിയിരിക്കുക എന്നൊരു മകന് മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രി വന്നാലും ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയും. അതിന് സഖാക്കൾ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല. മരിച്ചവരുടെ അടുത്തിരിക്കുന്ന റിലേറ്റീവ്സ് എഴുന്നേൽക്കാറില്ല. അത് എല്ലായിടത്തും അങ്ങനെയാണ്. ഞങ്ങളെ ചിരിപ്പിച്ചതിന്, ആ ചിരിയിലൂടെ ചിന്തിപ്പിച്ചതിന് ഓർത്തു വയ്ക്കാൻ മലയാളികൾക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന താങ്കൾ മടങ്ങുമ്പോൾ ഒരു കാര്യം തീർച്ചയായും, മലയാളത്തിൻ്റെ വെള്ളിത്തേളിൽ ഒരു പ്രതിഭാസത്തിൻ്റെ അഭാവം ഉണ്ടാകും. ആരാലും നികത്താനാവാത്തൊരു വിടവ്. അപ്പോൾ അങ്ങനെയും പറയുന്ന ബോധമുള്ള ആളുകളുണ്ട്.
മനസ്സിലായില്ലേ? ഇതെന്ത് ബോധം? ഒരു ബോധവുമില്ല, വെറുതെ ചുമ്മാ കഷ്ടം തന്നെ.